കുറേ പേരുണ്ടായിരുന്നു, ഒരു 200-ന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. 1 ഇയർ കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി, അതിന് ശേഷം ഞാനും ഇറങ്ങി. അങ്ങനെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പഴയ കുറച്ച് മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലത്തെ വിശേഷങ്ങളും കൂടി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞു. എനിക്ക് അവിടെ ഉണ്ടായിരുന്നപ്പോൾ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ട്. എൻ്റെ കൂടെ കൊളീഗ്സ് ആയിട്ടുണ്ടായിരുന്നവർ എന്തായാലും കമ്പനീസായിട്ട് ഇപ്പോഴും ഉണ്ട്. ചിലരൊക്കെ ബിസിയായി പോകുമ്പോൾ എന്താ നമ്മളെ ഹെൽപ്പ് മറക്കും. അല്ലേ, ഞാൻ കോണ്ടാക്റ്റ് വെക്കേണ്ട സമയത്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 11 ആയിരുന്നു. അപ്പോൾ അവിടം തൊട്ട് 2024 നവംബർ വരെയായിരുന്നു ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാനവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയിരുന്നു. എന്നപ്പോൾ അവിടെ ഓണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു പോയത്. അത് കാരണം കൊണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെ പിന്നെ അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷനും സമയമാവാറായപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ എനിക്ക് അവിടെ കൂടാൻ പറ്റിയത് ഓണ സെലിബ്രേഷനായിരുന്നു 2024 ഉണ്ടായിരുന്നത്. അത് അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ ഇന്ന് അവിടുത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലൈൻ ലീഡറുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ വിഷസും കൂടി ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ്. ഇവിടെ ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇതും കൂടി ഇരിക്കട്ടെ. 2-3 പേരായിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അതിലൊരാളായിരുന്നു ആൾ. ഫ്രണ്ട്ഷിപ്സൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോയി. പിന്നെ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു, LED-യുടെ. ഒരു ഫാമിലി പോലെയായിരുന്നു അവിടെ എല്ലാവരുമായിട്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 ഇയർ കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി, അതിന് ശേഷം ഞാനും ഇറങ്ങി. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു, ഒരു 200-ന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു അവിടെ, വർക്കേഴ്സൊക്കെ ആയിട്ട് എല്ലാവരും. പിന്നെ കുറേ പേരൊക്കെ അവിടെ നിന്ന് പോയി. ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. മഴ പെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു മഴ പെയ്ത് തോർന്നതിൻ്റെയാണ് ഈ കാണുന്നതൊക്കെ. വെള്ളം ഇതിനും കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ പറ്റിയതാണ്. നമുക്ക് മെമ്മറീസ് ആണല്ലോ, എന്നാലാണ് എപ്പോഴും ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പോയാലും എപ്പോഴെങ്കിലും നമുക്ക് മെമ്മറീസ് ഉണ്ടാവണം, അന്നെങ്കിലാണ് നമുക്ക് എപ്പോഴൊക്കെ ഓർത്തിരിക്കാനും ആൾക്കാരെ കുറിച്ച് ഓർക്കാനൊക്കെ പറ്റുള്ളൂ. കുറച്ച് നിമിഷങ്ങളിൽ ഓർക്കാനാണെങ്കിലും നമുക്ക് മെമ്മറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.